ROVERലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെല്ലാവരും കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സാഹചര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്നുണ്ട്. ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്നായിരിക്കും പല ആളുകളുടെയും മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് സാനിറ്റൈസർ നിർമ്മിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മാസ്കുകൾ നിർമ്മിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. കൃത്യമായിട്ട് സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ. ഇവിടെ നമുക്ക് ചെറിയൊരു കഥയിൽ കൂടി അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ ഒരു കഥ നിങ്ങൾ മുന്നിലേക്ക് ഞാൻ എത്തിക്കാൻ പോവുകയാണ്. അതായത്, ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞു ആദ്യത്തെ ഒരു ഹണിമൂൺ ട്രിപ്പ് അവർ പോവുകയാണ്. ആ ഹണിമൂൺ ട്രിപ്പ് പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, കൊങ്കൺ റെയിൽവേ. ഈ കൊങ്കൺ റെയിൽവേയിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും, ഒത്തിരി തുരങ്കങ്ങൾ കടന്നിട്ടാണ് ആ കൊങ്കൺ റെയിൽവേ മുന്നോട്ട് പോകുന്നത്. ഈ ട്രെയിൻ വഴി ഇവർ പോകുന്ന സമയത്ത് ആദ്യത്തെ ഒരു തുരങ്കം കഴിഞ്ഞ സമയത്ത്, അതായത് തുരങ്കത്തിലേക്ക് കടന്നാൽ നമുക്കറിയാം കംപ്ലീറ്റ് ഇരുട്ടായിരിക്കും. ആ ഒരു ഇരുട്ട് കഴിഞ്ഞ് വെളിച്ചം വന്ന സമയത്ത് ഭർത്താവിന് ഒരു ചെറിയ ഒരു ചിന്ത മനസ്സിൽ വന്നു. അത് ഭാര്യയോട് ഷെയർ ചെയ്യുകയും ചെയ്തു. അതിങ്ങനെയാണ്, ഭാര്യയോട് പറയാണ്, അടുത്ത ഒരു തുരങ്കം ഇതേപോലത്തെ ഒരു ഇരുട്ട് വരുന്ന സമയത്ത് ചക്കരെ തീർച്ചയായിട്ടും നിനക്ക് ഞാനൊരു ഉമ്മ തരുന്നതായിരിക്കും. ഇത് കേട്ടപ്പം ആദ്യ മോഡിയിൽ പോകുന്ന ആളുകളാണ്, പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ ആളുകളാണ്. ഭാര്യയ്ക്ക് ഇത് കേട്ടപ്പം വളരെ ഒരു നാണവും സന്തോഷമൊക്കെ തോന്നി. അടുത്ത തുരങ്കത്തിന് വേണ്ടി ഒരു കാത്തു നിന്നു. ആ തുരങ്കം വന്നു, കംപ്ലീറ്റ് ഇരുട്ടായി. കുറച്ച് കഴിഞ്ഞപ്പം വെളിച്ചത്തിലേക്ക് വന്നു. ആ വെളിച്ചം വന്ന സമയത്ത് ഭാര്യയുടെ മുഖത്ത് നേരത്തെ നമ്മൾ കണ്ടതിലും കൂടുതലായിട്ട് ആ ഒരു നാണവും സന്തോഷവും ഉണ്ടായിരുന്നു. എന്നാൽ ഭർത്താവിൻ്റെ മുഖത്ത് അത്ര വലിയൊരു സന്തോഷമൊന്നും കാണാൻ പറ്റുന്നില്ല. അടുത്ത തുരങ്കവും വന്നു. ഇങ്ങനെ 2, 3, 4, 5 തുരങ്കങ്ങൾ കഴിഞ്ഞ സമയത്ത് ഭാര്യയ്ക്ക് ഈ കണ്ട നാണം കൂടുക, സന്തോഷം കൂടുക എന്നല്ലാതെ ഹസ്ബൻഡിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത്, ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് വലിയ ഒരു നിരാശ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഭർത്താവിനെ കാണുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞപ്പം തുരങ്കങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭാര്യ ഭർത്താവിനോട് ചോദിക്കുക, എന്താ നിങ്ങൾക്കൊരു സന്തോഷം ഇല്ലാത്ത, മുഖത്തൊരു സന്തോഷം തോന്നാത്തത്, സന്തോഷിക്കേണ്ട സമയത്ത് ഒരു നിരാശയായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച സമയത്ത് ഭർത്താവ് പറയാണ്, ഇത്രയും തുരങ്കങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് കൃത്യമായിട്ട് ഒരു ഉമ്മ നിനക്ക് തരാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമാണ് എൻ്റെ മുഖത്തുള്ളതെന്ന് പറഞ്ഞു. അപ്പം ഭാര്യ ഞെട്ടിത്തെറിച്ചു. അപ്പം ഭാര്യ ചോദിച്ചു, അപ്പം ഇത്ര തുരങ്കങ്ങൾ കഴിഞ്ഞിട്ടും നിങ്ങളൊരു ഉമ്മ പോലും എനിക്ക് തന്നിട്ടില്ലേ? ഭർത്താവ് പറഞ്ഞു, ഇല്ല, എനിക്കതിനെക്കുറിച്ച് സാധിച്ചിട്ടില്ല, ആ ചെറിയൊരു സങ്കടം എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് ഭാര്യ ഭർത്താവിനോട് പറയാണ്, എന്നാൽ കൃത്യമായിട്ട് തുരങ്കങ്ങൾ എവിടെയൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഇതിൻ്റെ സാഹചര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആരോ ഒരാൾ ഈ ഒരു ബോഗിയിൽ ഉണ്ട് എന്ന് പറയുകയാണ്. കഥയുടെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സാഹചര്യം, നമ്മുടെ മുന്നിൽ വരുന്ന സാഹചര്യത്തിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. ആ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. എല്ലാവർക്കും വിജയം ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈയൊരു ചെറിയ ഒരു കഥയും ഈ ചെറിയൊരു സന്ദേശവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.